Zlatan, your reaction to his goals, his performance and his message? It was a game to score. It was a game for Portugal to score a lot of goals. And his message, I thought he never left. I don't know why he says I'm back. It was the matter of Ronaldo versus Zlatan Ibrahimovic. Would you still say this? As I said before, I'm not compete with Ibrahimovic. Of course, he's a fantastic player. It's the main star of Sweden, but I don't compete with him. At the end, they were the better team. So I don't know if you say something to Ronaldo, but if you can say something, what would... Welcome to the Friends Arena on this night of destiny. Ronaldo comprehensively won the first clash of the footballing titans on Friday. Could this be the night for Zlatan? മരണതുല്യമെന്ന വാക്കിന് മുകളിൽ ആ ദിവസത്തെ വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ആ പോരാട്ടത്തിനൊടുവിൽ ആ മൈതാനത്ത് ആരാണോ അവശേഷിക്കുന്നത് അവർക്ക് അതിജീവിക്കാമെന്നായിരുന്നു വിധി. പറഞ്ഞു വരുന്നത് 2014 വേൾഡ് കപ്പ് ക്വാളിഫയർ അവസാനഘട്ട പോരാട്ടങ്ങളിലെ നിർണായക കഥയെക്കുറിച്ചാണ്. ഈ മത്സരത്തിലെ ഫലം മാർക്കാണോ അനുകൂലമാകുന്നത് അവർക്ക് ബ്രസീലിയൻ വേൾഡ് കപ്പ് വേദിയിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കാം. ഈ ലോകം മുഴുവൻ ആ പോരാട്ടത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുകയാണ്. കാരണം അത്തരമൊരു മത്സരം മിസ് ചെയ്താൽ ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ അതൊരു തീരാ നഷ്ടമായി മാറുമെന്ന ചിന്ത തന്നെയാകണം അതിന് കാരണം. നേരിടാൻ പോകുന്നത് അത്തരക്കാരായിരുന്നല്ലോ. ഏറ്റുമുട്ടുന്നവർ ഇരു രാജ്യങ്ങളുടെയും ജനതയുടെ വിശ്വാസമായി വളർന്നു വന്ന രണ്ട് ഇതിഹാസങ്ങളായിരുന്നു. അഹങ്കാരം അലങ്കാരമാക്കിയെടുത്ത ഫുട്ബോൾ ലോകത്തെ രണ്ട് പോരാളികൾ. ആരുടെ മുന്നിലും തലകുനിക്കാൻ ഇഷ്ടപ്പെടാത്ത, പ്രത്യേകിച്ച് പരസ്പരം തോൽക്കാൻ മനസ്സിലാത്ത മൈൻഡ് സെറ്റുള്ള രണ്ട് ജന്മങ്ങൾ. ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആവേശം കൊടികൊള്ളുമെന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയായിരുന്നില്ലേ. അങ്ങനെ വിധിയെ വെല്ലുവിളിക്കുന്ന നായകന്മാർ തങ്ങളുടെ രാജ്യത്തിൻ്റെ വിധിയെ നിർണ്ണയിക്കുവാൻ ഒരുങ്ങുകയായിരുന്നു. സ്വീഡൻ്റെ നായകൻ ഇബ്രാഹിമോവിച്ചും പോർച്ചുഗൽ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസവും കൂടി സ്റ്റോക്ക്ഹോം സിറ്റിയിൽ ഇന്ന് എന്ത് വിധി എഴുതുമെന്ന് ലോകം കാത്തിരുന്നു. Qualification is the name of the game. Can Sweden salvage the situation, or will it be Ronaldo's night again? മത്സരത്തിന്റെ ആരംഭത്തിൽ തന്നെ പോർച്ചുഗൽ സ്വീഡന് മുകളിൽ ആധിപത്യം പുലർത്തിയിരുന്നു. സ്വീഡന്റെ 6 യാർഡിൽ പറങ്കിപ്പടയുടെ നായകന്റെ ചാവേറുകൾ പലവട്ടം അപകടങ്ങൾ വിതച്ചുകൊണ്ടിരുന്നു. തന്റെ സകല ഇൻഡിവിജ്വൽ സ്കില്ലുകളും CR7 പുറത്തെടുത്തുകൊണ്ട് സ്വീഡന്റെ പ്രതിരോധം പലകുറി പുലർത്തി. പക്ഷേ ഗോളെന്ന നിമിഷം മാത്രം അകന്നു പോയിരുന്നു. ആദ്യ ഹാഫിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കളി മാറി മറിഞ്ഞപ്പോൾ സ്വീഡൻ പോർച്ചുഗലിന് മുകളിൽ പ്രത്യാക്രമണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവിടെയും ഗോളെന്ന നിമിഷം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അങ്ങനെ ആദ്യ പകുതി സമനിലയിൽ പിരിയുകയാണ്. ആദ്യ പകുതിയിൽ കണ്ട സ്വീഡൻ ആയിരുന്നില്ല രണ്ടാം പകുതിയിൽ. മരണതുല്യമായ പോരാട്ടം അവർക്കും ആവശ്യമായിരുന്നു. വിജയമെന്ന അനിവാര്യം ആക്രമണങ്ങളെ കെട്ടുവളയിച്ചു വിടാൻ അവരെ നിർബന്ധിതരാക്കുന്നു. കൂടുതൽ സമ്മർദ്ദം നൽകിക്കൊണ്ട് പുതിയ നീക്കങ്ങൾ സൃഷ്ടിച്ച് പോർച്ചുഗൽ ടീമിന് തങ്ങളുടെ ശക്തി എന്താണെന്ന് നിരന്തരം അവർ മനസ്സിലാക്കി കൊടുത്തു. വിധിയെ മുറിച്ചു കടക്കുവാൻ ഇബ്രാഹിം സംഘവും കൂടുതൽ വഴികൾ ചിന്തിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങളായി മിനുക്കിയെടുത്തു. പക്ഷേ സ്വീഡൻ ചിന്തിച്ചു തുടങ്ങും മുമ്പ് മറുപുറത്ത് അയാളുടെ നാമം ആ മുൻചിന്തകൾക്ക് വിരാമം കുറിച്ചു. 50-ാം മിനിറ്റിൽ സ്വീഡിഷ് പ്രതിരോധങ്ങളെ ഭേദിച്ചുകൊണ്ട് പോർച്ചുഗലിന്റെ നായകന്റെ ഇടങ്കാൽ ലീഡ് ഉയർത്തുകയാണ്. എന്നാൽ റൊണാൾഡോയുടെ ഗോളിലൂടെ വിജയമുറപ്പിക്കാൻ വരട്ടെ എന്ന് ആഘോഷങ്ങൾ തുടങ്ങിവെച്ച പോർച്ചുഗൽ ആരാധകരോട് ഇബ്രാഹിമോവിച്ച് 68-ാം മിനിറ്റിൽ മറുപടിയിലൂടെ ഒരു വലിയ വാണിംഗ് നൽകി. കോർണറിൽ നേടിയ ആ ഗോൾ കഥയുടെ വരും വരായികളുടെ ഒരു വലിയ സിഗ്നൽ തന്നെയാണ്. അതെ, അതിൻ്റെ സൂചന തന്നെയായിരുന്നു 72-ാം മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്ക് കൊണ്ട് പോർച്ചുഗലിന്റെ കോട്ട പുലർത്തിക്കൊണ്ട് അയാൾ സ്വീഡന് മുന്നിലെത്തിക്കുന്നത്. ഒരുപക്ഷെ ആ ഗോളിലൂടെ തകർന്നു പോകുമായിരുന്ന പ്രതീക്ഷയും മോഹങ്ങളും സ്വീഡന്റെ ആരാധകരിൽ ആരവങ്ങളിലൂടെ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ആ 2-1 ലീഡ് തന്നെയായിരുന്നു സ്വീഡനെ വല്ലാതെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കാരണം ഇനിയും സമയം അവശേഷിക്കുകയാണ്. എതിർത്തട്ടകത്തിൽ അയാളുണ്ട്. എത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അവർക്കറിയില്ല. ആ ഭയം അവരെ അലട്ടിക്കൊണ്ടിരിക്കണം. ഇബ്ര നൽകിയ ആ ലീഡ് മരണമണി പോലെ മിനിറ്റുകൾ മുന്നോട്ട് സഞ്ചരിക്കും തോറും ഹൃദയമിടിപ്പിനെ കൂട്ടിക്കൊണ്ടിരിക്കണം. ആരെയാണോ സ്വീഡൻ ഭയന്നത് അതുതന്നെ അധികം വൈകാതെ സംഭവിക്കുകയാണ്. തോൽക്കാൻ മനസ്സിലാത്തവന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്ന എതിരാളികൾ നിമിഷങ്ങൾ കൊണ്ട് സ്കോർ ബോർഡ് മാറി മറിയുന്നത് കണ്ട് നിൽക്കേണ്ടി വന്നു. 77-ാം മിനിറ്റിൽ സ്വീഡന്റെ പ്രതിരോധത്തെയും ഗോൾ കീപ്പറെയും കീറി മുറിച്ചുകൊണ്ട്
ഗോൾ നേടിക്കൊണ്ട് അയാൾ അവതരിക്കുകയാണ്. പറങ്കിപ്പടയുടെ ആരാധകരുടെ വിശ്വാസം തൻ്റെ ചിറകിൽ ഒരിക്കൽ കൂടി ചുമന്നുകൊണ്ട് അയാൾ ഉയരുകയാണ്. കൂടെ ഒന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നയാൾ തൻ്റെ ശരീരഭാഷയോടെ വ്യക്തമാക്കുന്നുണ്ട്. ലീഡ് ഉയർത്താൻ സ്വീഡൻ ശ്രമിക്കുമ്പോഴെല്ലാം ഒന്നും ഇവിടെ അവസാനിക്കില്ല എന്ന് അവരുടെ ഉള്ളിൽ എപ്പോഴോ പറഞ്ഞുകൊണ്ടിരുന്നു, പ്രത്യേകിച്ച് ഇബ്രയുടെ മനസ്സിൽ. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്കറിയാമായിരുന്നു റൊണോ ആരാണെന്ന്. എൻ്റെ പൂട്ടിന് മുകളിൽ നീയൊരു പൂട്ടിട്ട് പൂട്ടിയാൽ നിന്നെ ഞാൻ പൂട്ടും, ഒരു ഒടുക്കത്തെ പൂട്ടെന്ന ഡയലോഗിനെ ഓർമ്മിപ്പിക്കും പോലെ സമനില ഗോളിനെ നെടിവിരിപ്പൊന്നും മാറുവാൻ പോലും ഇബ്രയ്ക്കും സംഘത്തിനും സമയം ലഭിച്ചില്ല. വിധി പോലും വിറച്ച നിമിഷം 2 മിനിറ്റുകൾക്കകലെ അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. റൊണോയുടെ ഹാട്രിക്കിലൂടെ ആ നിമിഷം ലോകത്തിന് മുന്നിൽ ചരിത്രത്തിലേക്ക് തൻ്റെ വലംകാല കൊണ്ട് സ്വീഡന്റെ ഗോൾ മുഖത്തേക്ക് 3ാം ഗോളും നിറയൊഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഫുട്ബോൾ ലോകവും സ്ലാത്താൻ വരെയും അയാളുടെ ഉയർപ്പിന് മുന്നിൽ മരവിച്ചു നിന്ന് പോയി. അയാൾക്ക് മുന്നിൽ വിധിക്കും വെല്ലുവിളിക്കും പരിഹാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും സ്ഥാനമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 3-2 എന്ന ലീഡെടുത്തതിനു ശേഷം റൊണോ തൻ്റെ ആരാധകർക്കും തൻ്റെ എതിരാളികളുടെ ആരാധകർക്കും മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സെലിബ്രേഷൻ നടത്തുന്നുണ്ടായിരുന്നു. അതെ, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന്. സ്വീഡനെയും ഇബ്രാഹിമോവിച്ചിനെയും ഒരേ തട്ടകത്തിൽ തകർത്തെറിഞ്ഞുകൊണ്ട് 2014 വേൾഡ് കപ്പ് വേദിയിലേക്ക് തൻ്റെ രാജ്യത്തെയും കൂട്ടിക്കൊണ്ട് ഒരിക്കൽ കൂടി ചിറകിലേറ്റിക്കൊണ്ട് അയാൾ യാത്രയാകുകയാണ്. നിങ്ങൾക്കാരെ വേണമെങ്കിലും വെല്ലുവിളിക്കാം, ആരുടെ വിധിയെയും മുൻവിധിക്ക് വിട്ടുകൊടുക്കാം. എന്നാൽ ഇത് അയാളുടെ കഥയാണ്, ഇവിടെ അയാളുടെ നിയമമാണ്. അവിടെ നിയമം നടപ്പിലാക്കുന്നത് സിയാസർ എന്ന അമാനുഷിക ജന്മമാണ്. അസാധ്യമെന്ന വാക്കിനെ ഏത് മണ്ണിൽ വെച്ചും അയാൾക്ക് നേരിട്ട് മാത്രമേ ശീലമുള്ളൂ. വിശേഷണങ്ങളും വർണ്ണനകളും എതിരാളികളുമില്ലാത്ത ഈ ഫുട്ബോൾ ലോകത്തെ ഒരേയൊരു രാജാവ്. ആയിരങ്ങളുടെ ഹൃദയമിടിപ്പിൻ്റെ താളം അയാളിങ്ങനെ നിർണയിച്ച കഥകൾ എത്ര കേട്ടാലും മതി വരികയില്ല. ബിക്കോസ് ഹീ ഈസ് നോട്ട് എ ഹ്യൂമൻ. Manchester, Madrid, boy from Madeira with magic in his boots and a burning desire to be the greatest. Actually, it was the matter of Ronaldo versus Zlatan Ibrahimovic. Would you still say this? As I said before, I'm not compete with Ibrahimovic. Of course, he's a fantastic player. It's the main star of Sweden, but I don't compete with him. At the end, they were the better team. So I don't know if you say something to Ronaldo, but if you can say something, what would you say? I don't know. What is there to say? Just watch the game and it says everything.